അടുത്തതായി വേദിയിൽ മുഹമ്മദ് സുഹൈൽ കൂറ്റനാട്. പേര് വിളിച്ചവർ വേദിയിലേക്ക് കടന്നു വരിക. ബാക്കിയുള്ളവർ ഭക്ഷണം കഴിച്ച് എത്രയും പെട്ടെന്ന് വരിക. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹധരുകൾ നിറഞ്ഞ പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, കൂട്ടുകാരെ, നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് സൗത്ത് സുന്ന സംഘടിപ്പിച്ച ഫെസ്റ്റിലാണല്ലോ. നാം പറയുന്നതും കേൾക്കുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. പരകോടി വിശ്വാസികളുടെ ഹൃദയാന്തരം പൊഴിയുന്ന പ്രകാശമാണല്ലോ മുത്തുനബി. അവിടുത്തെ പ്രകീർത്തനങ്ങൾ വാമൊഴിയാലും വരമൊഴിയാലും അന്ത്യനാൾ വരെ ആർക്കും വർണ്ണിക്കാൻ സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞല്ലോ, അങ്ങയുടെ കീർത്തിയെ നാം ഉയർത്തിയിരിക്കുന്നു. അവിടുത്തെ സ്മരിക്കപ്പെടാത്ത ഒരു സമയവുമില്ലെന്നതാണ് സത്യം. സലാത്തിന്റെ സ്വരരാഗങ്ങൾ സദാ ഹബീബിന് സമ്മാനിക്കപ്പെടുമ്പോൾ അവിടുത്തെ ഒരു സെക്കൻഡ് പോലും പുകഴ്ത്താതാവില്ല. വിജയജന വിപ്ലവത്തിന്റെ പടികടത്തിയ കറുകറുത്ത ബിലാൽ തങ്ങളെയും വെളുവെളുത്ത സൽമാൻ ഫാരിസി തങ്ങളെയും സഹോദര്യത്തിന്റെ ഒരൊറ്റ പൂമാലയിൽ കോർത്ത പ്രകൃതി വിപ്ലവം നാം വിവരിക്കാനാവില്ല. ഖാലിദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹു മുസ്ലിമാകുന്നതിനു മുമ്പ് ഒരു സ്വപ്നം കാണുകയാ. ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെ തന്നെ തന്റെ പിതാവ് നരകത്തിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ കൈപിടിച്ച് രക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഖാലിദ് റളിയല്ലാഹു അൻഹു ഉറക്കത്തിൽ നിന്ന് ഉണർന്ന അദ്ദേഹത്തെ അവിടെ നിന്നിറങ്ങി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് നന്മ ആഗ്രഹിക്കുന്നു. നിങ്ങളെ രക്ഷിച്ച മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ വിശുദ്ധ ഇസ്ലാമിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം മുസ്ലിമാവുക. തങ്ങളുടെ പിതാവ് അതിലേക്ക് വീണിരിക്കുന്നു. ഖാലിദ് റളിയല്ലാഹു അൻഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്ന് ചോദിച്ചു, യാ മുഹമ്മദ്, താങ്കൾ എന്തിലേക്കാണ് ക്ഷണിക്കുന്നത്? പങ്കുകാരനില്ലാത്ത അല്ലാഹുവിലേക്കും താങ്കൾ അദ്ദേഹത്തിന്റെ അടിമയും ദൂതനുമാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അവിടുന്ന് നിന്ന് പറഞ്ഞു, കാണുകയും കേൾക്കുകയും ചെയ്യാൻ കഴിയാത്ത ആരാധനയും അല്ലാത്തവനും നീ ഉപേക്ഷിക്കുക. ഖാലിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാധനമില്ലെന്നും താങ്കൾ അവന്റെ ദൂതനും അടിമയുമാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഖാലിദ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് മുസ്ലിമാവുകയും ഖാലിദ് റളിയല്ലാഹു അൻഹു മുസ്ലിമായ വിവരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രഹസ്യമാക്കി വെക്കുകയും ഖാലിദ് റളിയല്ലാഹു അൻഹു ഒളിച്ചു ജീവിക്കുകയും ചെയ്തു. വിവരമറിഞ്ഞ തന്റെ പിതാവ് ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടെത്തുവാൻ വേണ്ടി കുറെ സ്വഹാബാക്കളെ അയക്കുകയും ചെയ്തു. ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെ തന്റെ പിതാവ് അദ്ദേഹത്തെ പിടിച്ചു അവരുടെ മുമ്പിൽ ഹാജരാക്കി. ഖാലിദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഖാലിദ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പറഞ്ഞു, ഖാലിദ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തടഞ്ഞാലും ഞാൻ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യമായ ഭക്ഷണം നൽകുന്നതാണ്. അവിടെ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോവുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കഴിയുകയും ചെയ്തു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. മുഹമ്മദ് സുഹൈൽ സുലൈമാൻ പെരുമണ്ണൂർ. അജ്നാസു സുഗറ ഫസ്റ്റ്, ഖുർആൻ ഹിഫ്സ് ഫസ്റ്റ്, മാരിഫത്തു സുഗറ ഫസ്റ്റ്, അജ്നാസുൽ കുബറ ഫസ്റ്റ്.